മുതിർന്ന CPM നേതാവും മുൻ LDF കൺവീനറുമായിരുന്ന MM ലോറൻസിന് കേരളം ഇന്ന് വിട നൽകും. സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കത്രിക്കടവ് ഗാന്ധിനഗറിലെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിനും അന്ത്യോപചാരത്തിനും ശേഷം വൈകിട്ട് 4-ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. കൂടുതൽ വിവരങ്ങൾ റിയ ബേബി നൽകും. റിയ, ഈ പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ്? എത്ര സമയം അവിടങ്ങളിലൊക്കെ ഉണ്ടാവും പൊതുദർശനം? എപ്പോഴത്തേക്കായിരിക്കും ഭൗതിക ശരീരം ആശുപത്രിക്ക് വിട്ടു നൽകുക? മോദി MM ലോറൻസിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക്, അടുത്ത സുഹൃത്തുക്കൾക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ കാണുന്നതിനും അദ്ദേഹത്തിന് അവസാന യാത്രയപ്പ് നൽകുന്നതിനുമുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. കടവന്ത്രയിലെ അദ്ദേഹത്തിൻ്റെതായ ഈ വീട്ടിലേക്ക്, ഗാന്ധിനഗറുള്ള ഈ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവന്നത്. ഇവിടെ ഏതാണ്ട് അരമണിക്കൂറോളം മറ്റു ചടങ്ങുകൾക്കും ഒപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കൾക്ക് കാണാനുള്ള അവസരമുണ്ടാകും. എത്രയോ നാൾ നമ്മൾ MM ലോറൻസിനെ കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വീടാണ്. അവിടെയാണ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും കലൂർ ലെനിൻ സെൻറ്ററിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അവിടെ 9:45 വരെ പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെയായിരിക്കും 10 മണി മുതൽ 4 മണി വരെ പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ടൗൺ ഹാളിലെത്തിയായിരിക്കും MM ലോറൻസിന് അവസാന യാത്രയപ്പ് നൽകുക. മന്ത്രിമാരടക്കം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുതിർന്ന പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ, തൊഴിലാളി സംഘടന നേതാക്കളൊക്കെ അവിടെയായിരിക്കും എത്തുക. ഒരുപാട് നാൾ കൊച്ചിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് MM ലോറൻസ്. തൊഴിലാളികളെ സംഘടിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൊച്ചി അത്രമേൽ പരിചിതമാണ്, അത്രമേൽ സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസാന യാത്രയപ്പ് നൽകാൻ ഒരുപാട് ആളുകൾ ടൗൺ ഹാളിലേക്ക് അടക്കം എത്തുകയും ചെയ്യും. അതിനുശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. അതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന കാര്യം പിന്നീട് ഉണ്ടാകും. നിലവിലെ തീരുമാനമനുസരിച്ച് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് നാൾ കൊച്ചിയെ അറിഞ്ഞ, പാർട്ടിക്കൊപ്പം നിന്ന, പാർട്ടിയെ നയിച്ച MM ലോറൻസ് എന്ന മുതിർന്ന CPM നേതാവിന് കൊച്ചി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവസാന യാത്രയപ്പ് നൽകുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ കൂടി കടവന്ത്രയിലെ ഗാന്ധിനഗറുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനം തുടരും. ഇപ്പോഴും സ്ഥലത്തെ പ്രമുഖരൊക്കെ പൊതുദർശന സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ? അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ടോ റിയ? റിയ, കേൾക്കാമോ? മോത്തി കേട്ടില്ല, ഒരിക്കൽ കൂടി ചോദിക്കാം. അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേര് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണോ റിയ? ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ, തൊട്ടടുത്ത് താമസിക്കുന്നവർ, അടുത്ത പാർട്ടി പ്രവർത്തകർ, സുഹൃത്തുക്കൾ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്തരം ആളുകൾ മാത്രമേ ഉള്ളൂ ഈ കടവന്തര വീട്ടിലേക്ക് എത്തുന്നുള്ളൂ. അതിനുശേഷം പാർട്ടി ഓഫീസിലേക്ക്, ലെനിൻ സെൻറ്ററിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് കൊണ്ടുപോകുമ്പോഴാകും പൊതുജനങ്ങൾക്ക്, അദ്ദേഹത്തെ അടുത്തറിഞ്ഞ മറ്റു വ്യക്തികൾക്ക്, കൊച്ചിയിലെ ജനങ്ങൾക്ക്, അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിന് അദ്ദേഹത്തെ കാണാനും യാത്രയപ്പ് നൽകാനുമുള്ള ഒരു ക്രമീകരണം ഒരുക്കുന്നത്. അതുവരെ കടവന്തരയിലെ വീട്ടിലും അതോടൊപ്പം തന്നെ ലെനിൻ സെൻറ്ററിലുമുള്ള പൊതുദർശന ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മന്ത്രിമാർ, മറ്റ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ, കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ മാത്രം ഉള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അരമണിക്കൂർ കടവന്ത്രയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ അദ്ദേഹത്തിന് അവസാന യാത്രയപ്പ് നൽകാനുള്ള ക്രമീകരണം. അതിനുശേഷം കലൂർ ലെനിൻ സെൻറ്ററിലേക്ക്, അവിടെ പാർട്ടി പ്രവർത്തകർക്ക്, ജില്ലാ നേതാക്കളടക്കമുള്ളവർ അവിടെ എത്തുകയും മുതിർന്ന CPM നേതാവായ MM ലോറൻസിന് അവസാന അഭിവാദ്യം നൽകുകയും യാത്രയപ്പ് നൽകുകയും ചെയ്യും. അതിനുശേഷമാകും ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. 10 മണി മുതൽ 4 മണി വരെ അവിടെ പൊതുദർശനത്തിലുള്ള വൈകിട്ടോടെ ആയിരിക്കും മൃതശരീരം, ഭൗതിക ശരീരം
മെഡിക്കൽ കോളേജിന് കൈമാറുക. അതുവരെ വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് റിയ ബേബി പറഞ്ഞത്.